ജിൻഡോയുടെ കണ്ണിനുള്ള കാഴ്ചക്കുറവിന്റെ പ്രശ്നം ലാലേട്ടൻ ഇന്ന് പരിഹരിക്കുന്നുണ്ട്. ജാസ്മിന്റെയും അഭിഷേകിന്റെയും ഋഷിയുടെയും അർജുന്റെയും ടീം നെസ്റ്റിന് വീണ്ടും ട്രോഫി കിട്ടുന്നുണ്ട് ഇന്ന്. പിന്നെ ഇന്നൊരു ടാസ്ക് നടക്കുന്നുണ്ട്, സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ട് ജാസ്മിനും ജിൻഡോയും കൂടി ഒരു വഴക്കും ഇന്ന് നടക്കുന്നുണ്ട്. എന്താണ് ഇന്ന് സാറ്റർഡേ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന സംഭവങ്ങൾ പറയാം. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂഡ്ലറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. ആദ്യം ലാലേട്ടൻ ബോണസ് പോയിന്റിനെ കുറിച്ച് അവരോട് സംസാരിക്കുന്നു. ദെൻ അതിനുശേഷമാണ് ജിൻഡോയ്ക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ടാസ്ക് ലെറ്ററൊക്കെ വായിക്കുമ്പോൾ ജിൻഡോയ്ക്ക് കാണാനായിട്ട് കണ്ണിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. അപ്പം ജിൻഡോയ്ക്ക് ഒരു കണ്ണട ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ണടയുടെ റിഫ്ലക്ഷൻ എന്തോ ക്യാമറയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണട പിടിച്ചു വെച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. അപ്പം ആ കണ്ണടയ്ക്ക് പകരം അതേ പവറുള്ള വേറൊരു ക്യാമറയ്ക്കൊന്നും പ്രോബ്ലം പറ്റാത്ത ഡിഫക്റ്റ് ആവാത്ത ഒരു കണ്ണട ലാലേട്ടൻ ജിൻഡോയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആവുന്നു. അപ്പോൾ ഇനി ജിൻഡോ മടമടാന്ന് ടാസ്കുകളൊക്കെ ലെവലായിട്ട് വായിക്കും എന്ന് കരുതുന്നു. പിന്നീട് ഈ ആഴ്ചത്തെ പുറത്തെ പ്രേക്ഷകർ പറഞ്ഞത് പ്രകാരം ഏറ്റവും കൂടുതൽ നന്നായിട്ട് ടീമായിട്ട് കളിച്ചത് ജാസ്മിൻ, അഭിഷേക്, അർജുൻ, ഋഷി ഇവരുടെ ടീമാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നെക്സ്റ്റ് ടീമിന് തന്നെ ട്രോഫി കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ബെസ്റ്റ് ടീം ഏതാണോ അവർക്ക് ട്രോഫി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ്റെ അല്ലെങ്കിൽ അഭിഷേകിൻ്റെ, ഋഷിയുടെ അവരുടെ ടീമിന്, അർജുൻ്റെ ടീമിന് ട്രോഫി വീണ്ടും കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ഒരു ബൗളിനകത്ത് കുറച്ച് ലോട്ട്സ് ഒക്കെ എടുത്തിട്ടിട്ട് സത്യം മാത്രമേ പറയാവൂ. അതാണ് ടാസ്ക്. ഈ ബൗളിനകത്തുനിന്ന് ലോട്ടുണ്ട്. ഈ ലോട്ട് എടുത്തിട്ട് ഈ ലോട്ടിൽ എന്ത് ക്വസ്റ്റ്യൻ ആണോ ഉള്ളത് ആ ക്വസ്റ്റ്യൻ സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആര് ഫിനാലയിൽ എത്തും, ആര് ഫിനാലയിൽ എത്തില്ല, ആരാണ് ഇവിടെ മോശം, ആരാണ് കള്ളം പറയുന്നത്, അങ്ങനെയുള്ള ലെവൽ ചോദ്യങ്ങളാണ്. ഇന്ന് എന്തായാലും ഒരു അടി പൊട്ടിക്കും. ലാലേട്ടൻ വന്ന് ഇന്നൊരു അടി എന്തായാലും പൊട്ടിക്കാനുള്ള വേലയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ ഇതിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു ജാസ്മിനും ജിൻഡോയും കൂടി ഒരു ചെറിയ വഴക്കെന്തോ ഉണ്ടാവുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. ജാസ്മിനും ജിൻഡോയും കൂടെ ഒരു വഴക്കെന്തോ ഉണ്ടാവുന്നുണ്ട്. നോക്കാം, ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡ് വരട്ടെ. ഇതിന് ശേഷമാണ് നമ്മൾ എവിക്ഷൻ്റെ കേസും പിന്നെ ക്യാപ്റ്റൻസിയും അതിനുശേഷമാണ് എവിക്ഷനും വരുന്നത്. ക്യാപ്റ്റൻ സിജോയാണ് ഓൾറെഡി ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം എവിക്ഷനാണ്, അപ്സരയാണ് ഔട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് നടക്കുന്ന കംപ്ലീറ്റ് സംഭവങ്ങൾ. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ജെനുവിൻ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.